ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 1 ഓഫ് HRM ആണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലെ മൊഡ്യൂൾ 1 ആയ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിൻ്റെ നേച്ചർ, ഫീച്ചേഴ്സ്, സ്കോപ്പ്, ഒബ്ജക്റ്റീവ്സ്, പിന്നെ പ്ലാനിങ്, അങ്ങനെ ഡിഫറെൻറ്റ് മൊഡ്യൂൾസായിട്ട് 5 മൊഡ്യൂൾസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. എക്സാം നോട്ടിഫിക്കേഷൻസ് ഒക്കെ MG യൂണിവേഴ്സിറ്റിയുടെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ മൊഡ്യൂൾ 1 HRM നമ്മൾ മാക്സിമം സിമ്പിളായിട്ടാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ ഇതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇത് നന്നായി എഴുതാൻ പറ്റുന്നവരാണ് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു A+ വരെ സ്കോർ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇത്രയും പോയിൻറ്റ്സ് ഒക്കെ പഠിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എന്തായാലും പാസ്സാവാൻ പറ്റും. ഇത്രയെങ്കിലും പഠിച്ചാൽ എന്തായാലും ഇത്ര പഠിച്ചിരിക്കുക. ഞാൻ നല്ല സിമ്പിളായിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, മൊഡ്യൂൾ 1 ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. അപ്പോൾ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്? നമുക്കറിയാം അല്ലേ, നമ്മൾ ഇത്രയൊക്കെയായി പഠിക്കണു. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്? Human resource management is the strategic and coherent approach to managing people in an organization. ഒരു ഓർഗനൈസേഷനിലെ പീപ്പിളിനെ മാനേജ് ചെയ്യുന്നതും അപ്രോച്ച് ചെയ്യുന്നതുമായ ആ ഒരു സ്ട്രാറ്റജി, അതിനെയാണ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് അപ്രോച്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഡീൽസ് വിത്ത് റിക്രൂട്ടിംഗ്, ഹയറിംഗ്, ട്രെയിനിങ്, പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് എംപ്ലോയി വെൽഫെയർ. അത് എന്തൊക്കെ ഡീൽ ചെയ്യുന്നുണ്ട്? റിക്രൂട്ടിംഗ്, നമ്മളൊരാളെ ഒരു പൊസിഷനിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, ഹയറിങ്, ട്രെയിനിങ് കൊടുക്കുന്നത്, പെർഫോമൻസ് അപ്രൈസൽ, അത് ഇവാലുവേറ്റ് ചെയ്യുന്നത്, അവരുടെ പെർഫോമൻസ്, എംപ്ലോയിയുടെ വെൽഫെയർ, ഇതെല്ലാം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ഓക്കെ, ദെൻ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് നേച്ചർ ഓഫ് HRM. പീപ്പിൾ ഓറിയൻറ്റഡ് ആണ് അല്ലേ. ഫോക്കസസ് ഓൺ എംപ്ലോയീസ് ആൻഡ് ദെയർ ഡെവലപ്മെൻറ്റ്. ഇതെന്തിനാണ് HRM ഫോക്കസ് ചെയ്യുന്നത്? എംപ്ലോയീസും അവരുടെ ഡെവലപ്മെൻറ്റിനുമാണ് ഫോക്കസ് ചെയ്യുന്നത്. ദെൻ കോംപ്രഹെൻസീവ് ഫങ്ഷൻ ഇൻക്ലൂഡ്സ് ഹയറിംഗ് ടു റിട്ടയർമെൻറ്റ്. റിട്ടയർ ചെയ്യുന്നതും ഹയർ ചെയ്യുന്നതും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നൊരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഫങ്ഷനാണ് HRM. ദെൻ ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് എയിംസ് അറ്റ് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഗ്രോത്ത്. പേഴ്സണലും പ്രൊഫഷണൽ ഗ്രോത്തിനും എയിം ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂസ് പ്രോസസ്. HR ആക്ടിവിറ്റീസ് ഹാപ്പൻ ത്രൂ ഔട്ട് ദ എംപ്ലോയി ലൈഫ് സൈക്കിൾ. എന്താണ് ഈ എംപ്ലോയി ലൈഫ് സൈക്കിളിന് ത്രൂ ഔട്ടും ഈ HR ആക്ടിവിറ്റീസ് ഹാപ്പൻ ചെയ്യുന്നുണ്ട്. ദെൻ ഗോൾ ഓറിയൻറ്റഡ് അലൈൻസ് എംപ്ലോയീസ് പെർഫോമൻസ് വിത്ത് ഓർഗനൈസേഷണൽ ഗോൾസ്. എംപ്ലോയിൻ്റെ പെർഫോമൻസും ഓർഗനൈസേഷണൽ ഗോൾസും അലൈൻ ചെയ്യും. ഗോൾ ഓറിയൻറ്റഡ് ആണ്. അതാണ് നേച്ചർ ഓഫ് HRM. ദെൻ നമ്മൾ നോക്കാൻ പോകുന്നതാണ് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് HRM. സ്ട്രാറ്റജിക് ഇൻ നേച്ചർ, അലൈൻസ് HR പോളിസീസ് വിത്ത് ബിസിനസ് ഗോൾസ്. HR പോളിസീസും ബിസിനസ് ഗോൾസും അലൈൻ ചെയ്യും. ദെൻ കണ്ടിന്യൂസ് ഫങ്ഷൻ ബിഗിൻസ് വിത്ത് ഹയറിംഗ് ആൻഡ് എൻഡ്സ് വിത്ത് റിട്ടയർമെൻറ്റ്. ഒരു ആളെ ഹയർ ചെയ്ത് റിട്ടയർ ചെയ്യുന്നത് വരെ ആ ഫങ്ഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഇൻ്റഗ്രേറ്റീവ് വർക്ക്സ് വിത്ത് ഓൾ ഡിപ്പാർട്ട്മെൻറ്റ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും വർക്ക് ചെയ്യും അല്ലേ. ഒരു എംപ്ലോയി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും വേണം. ഡൈനാമിക് അഡാപ്റ്റ് ടു ചേഞ്ചസ് ഇൻ ബിസിനസ് ആൻഡ് ടെക്നോളജി. അതായത് ചേഞ്ചസ് വരുമ്പോൾ നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഫ്ലെക്സിബിൾ ആണ്, ഡൈനാമിക് ആണ്. ലീഗൽ കംപ്ലയൻസ് ഫോളോസ് ലേബർ ലോസ് ആൻഡ് റെഗുലേഷൻസ്. ലേബർ ലോസും റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇതാണ് HRMൻ്റെ ഫീച്ചേഴ്സ്. ദെൻ സ്കോപ്പ് ഓഫ് HRM. എന്തൊക്കെയാണ് സ്കോപ്പ്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിലുണ്ട്, റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷനിലുണ്ട്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിലുണ്ട്, പെർഫോമൻസ് അപ്രൈസൽ, പെർഫോമൻസ് എംപ്ലോയീസിൻ്റെ ഇവാലുവേറ്റ് ചെയ്യുന്നതിൽ, കോമ്പൻസേഷൻ മാനേജ്മെൻറ്റിൽ, എംപ്ലോയി വെൽഫെയർ ആൻഡ് ലേബർ റിലേഷൻസിൽ, ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആൻഡ് കംപ്ലയൻസിൽ, ഇതിലൊക്കെ എന്താണ് HRM ഉണ്ട്. അതിൻ്റെ സ്കോപ്പാണ്. ഇതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് HRM? അട്രാക്റ്റ് ആൻഡ് റീറ്റെയിൻ ദ ബെസ്റ്റ് ടാലൻറ്റ്. ബെസ്റ്റ് ടാലൻറ്റ് അട്രാക്റ്റ് ചെയ്യുകയും അത് റീറ്റെയിൻ ചെയ്ത് വെക്കുകയും ചെയ്യുന്നു. ഡെവലപ്പ് എംപ്ലോയി കേപ്പബിലിറ്റീസ്. എംപ്ലോയി കേപ്പബിലിറ്റീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നു. ഹൈ എംപ്ലോയി മൊറൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. എംപ്ലോയി മൊറൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊക്കെ നമ്മൾ വരും മൊഡ്യൂൾസിൽ ഡിസ്കസ് ചെയ്യും. എന്നാലും പറയാം. എംപ്ലോയി മൊറൈൽ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ എംപ്ലോയീസിൻ്റെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ എഗനിസ്റ്റ് അല്ല, അതിനോട് അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്. ഹൈ മൊറൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഗുഡ് അല്ലേ. മെയിൻറ്റെയിൻ ഹൈ എംപ്ലോയി മൊറൈൽ, ഇൻഷുർ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ആൻഡ് വെൽഫെയർ, അലൈൻ employee effort with organizational goals. Then what are the importance of HRM? Builds competent workforce, encourages employee engagement. അവരുടെ എംപ്ലോയിൻ്റെ എൻഗേജ്മെൻറ്റ്, അതായത് അവരുടെ ആ ഒരു എന്താ പറയുക, അവർ കൂടുതലായിട്ട് അതിൽ ഏർപ്പെടും. ദെൻ സപ്പോർട്ട്സ് ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ്. ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റിന് സപ്പോർട്ട് ചെയ്യും. ലീഗൽ കംപ്ലയൻസസ് ഒക്കെ എൻഷുർ ചെയ്യും.
Then promote employee welfare and job satisfaction. Employee welfare and job satisfaction ഒക്കെ പ്രൊമോട്ട് ചെയ്യും. ദെൻ നമ്മൾ നോക്കുന്നതാണ് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് HR. മാനേജറിയൽ ആൻഡ് ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? മാനേജറിയൽ ഫങ്ഷൻസ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദീസ് ആർ ദ ഫങ്ഷൻസ് റിലേറ്റഡ് ടു പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് HR ആക്ടിവിറ്റീസ്. മാനേജറിയൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് HR ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുന്ന കൺട്രോൾ ചെയ്യുന്നതായിട്ടുള്ള ബന്ധപ്പെട്ടിരിക്കുന്നു. ഫസ്റ്റ് ഒന്നാണ് പ്ലാനിങ്. ഫോർകാസ്റ്റിംഗ് ഫ്യൂച്ചർ HR നീഡ്സ്. ഫ്യൂച്ചർ ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് നീഡ്സ് എന്തൊക്കെയാണെന്നൊക്കെ ഫോർകാസ്റ്റ് ചെയ്യും. അതിന് വേണ്ട പ്ലാൻസ് ഒക്കെ റിക്രൂട്ട്മെൻറ്റിനും ട്രെയിനിങ്ങിനും വേണ്ടി പ്രിപ്പയർ ചെയ്യും. ദെൻ ഓർഗനൈസിങ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ സ്ട്രക്ചർ ചെയ്യും. HR പേഴ്സണൽ HR സ്റ്റാഫ്സ് അല്ലെങ്കിൽ അവരുടെ എംപ്ലോയീസിന് വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ദെൻ ഡയറക്റ്റിംഗ് ഗൈഡിങ് ആൻഡ് മോട്ടിവേറ്റിംഗ് എംപ്ലോയീസിനെ ഗൈഡ് ചെയ്യുകയും മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യും. കമ്മ്യൂണിക്കേഷൻ ലീഡർഷിപ്പൊക്കെ എൻഷുർ ചെയ്യും. ദെൻ കൺട്രോളിങ് HR ആക്ടിവിറ്റീസ് ഒക്കെ മോണിറ്റർ ചെയ്യുകയും കമ്പയറിങ് റിസൾട്ട് വിത്ത് സ്റ്റാൻഡേർഡ് ആൻഡ് കറക്റ്റീവ് ഡീവിയേഷൻസ്. സ്റ്റാൻഡേർഡും കറക്റ്റീവ് ഡീവിയേഷൻസ് ആയിട്ടുള്ള റിസൾട്ടിൽ കമ്പയർ ചെയ്യുകയും ചെയ്യും. ദെൻ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ആർ ദ ഓപ്പറേറ്റീവ് ഫങ്ഷൻസ്. നമ്മൾ പറഞ്ഞു മാനേജറി ഫങ്ഷൻസ് 4 പ്ലാനിങ്, ഓർഗനൈസേഷൻ, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് പറഞ്ഞു. ദെൻ നമ്മൾ നോക്കാൻ പോകുന്നതാണ് വാട്ട് ആർ ഓപ്പറേറ്റീവ് ഫങ്ഷൻസ്. ഫസ്റ്റ് വൺ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ. ഫൈൻഡിങ് ആൻഡ് ചൂസിങ് ദ റൈറ്റ് കാൻഡിഡേറ്റ്സ്. റൈറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് നമ്മുടെ ഓർഗനൈസേഷനോ അല്ലെങ്കിൽ നമ്മുടെ ജോബിൻ്റെ ക്രൈറ്റീരിയ അതിനനുസരിച്ചുള്ള റൈറ്റ് കാൻഡിഡേറ്റ്സിനെ നമ്മൾ ഫൈൻഡ് ചെയ്യുകയും ചൂസ് ചെയ്യുകയും ചെയ്യുന്നു. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. സ്കിൽസും നോളജും എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് കൊടുക്കുന്നു. വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ. ഫെയർ ആയിട്ടുള്ള കോമ്പൻസേഷൻ സിസ്റ്റംസ് ഒക്കെ ഡിസൈൻ ചെയ്യുന്നു. പെർഫോമൻസ് അപ്രൈസൽ. എംപ്ലോയിൻ്റെ പെർഫോമൻസ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നു. എംപ്ലോയി വെൽഫെയർ. പ്രൊവൈഡിങ് ഫെസിലിറ്റീസ് ആൻഡ് സപ്പോർട്ട്സ് ടു എംപ്ലോയീസിന് അവർക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള അവർക്ക് കമ്പനിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് വേണ്ട സപ്പോർട്ടും ഫെസിലിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. മാനേജിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയീസ് ഓർ യൂണിയൻസ്. എംപ്ലോയറും തമ്മിലുള്ള റിലേഷൻസൊക്കെ മാനേജ് ചെയ്യുന്നതാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ. ദെൻ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ആർ പേഴ്സണൽ മാനേജ്മെൻറ്റ് വേഴ്സസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി. ഓൾസോ ഇൻക്ലൂഡ്സ് ക്വാളിഫിക്കേഷൻസ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് HR മാനേജർ. ഡിഫറൻസ് ബിറ്റ്വീൻ പേഴ്സണൽ മാനേജ്മെൻറ്റ് ആൻഡ് HR മാനേജർ നോക്കാം. ഇവിടെ പോയിന്റ് ആൻഡ് പേഴ്സണൽ മാനേജ്മെൻറ്റ് ദെൻ HR അപ്രോച്ച്. ഫസ്റ്റ് വൺ അപ്രോച്ചാണ്. ഇത് ട്രഡീഷണൽ ആൻഡ് റിയാക്റ്റീവ് ആണ് പേഴ്സണൽ മാനേജ്മെൻറ്റ്. HR മോഡേൺ ആൻഡ് പ്രൊആക്റ്റീവാണ്. ഫോക്കസ് എംപ്ലോയി വെൽഫെയറിനാണ് പേഴ്സണൽ മാനേജ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്നത്. HR ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? എംപ്ലോയി ഡെവലപ്മെൻറ്റ് ആൻഡ് പെർഫോമൻസ്. സ്കോപ്പ് ലിമിറ്റഡ് ടു ഹയറിംഗ് പേറോളാണ്. ഇത് ഇൻക്ലൂഡ്സ് ട്രെയിനിങ്, മോട്ടിവേഷൻ, സ്ട്രാറ്റജിക് പ്ലാനിങ് ഒക്കെ. റോൾ എന്ന് പറഞ്ഞാൽ അഡ്മിൻ റോളാണ് ഇവിടെ. സ്ട്രാറ്റജിക് ബിസിനസ് പാർട്ട്ണറാണ്. കമ്മ്യൂണിക്കേഷൻ ഇൻഡയറക്റ്റ് ആണ് ഇവിടെ. ഡയറക്റ്റ് ആൻഡ് പാർട്ടിസിപ്പേറ്റീവ് ആണ്. ഓക്കെ. ദെൻ വാട്ട് ആർ ദ ക്വാളിഫിക്കേഷൻസ് ഓഫ് ആൻ HR മാനേജർ. ഒരു HR മാനേജർക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണം? എന്തൊക്കെ വേണം? ഒരു ബാച്ചിലർ അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ഇൻ HR ഓർ റിലേറ്റഡ് ഫീൽഡ്, അതായത് MBA ഇൻ HR, അങ്ങനെ ഒരു ബാച്ചിലർ, ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു മാസ്റ്റേഴ്സ് PG ആവശ്യമാണ്. ലേബർ ലോസ് ആൻഡ് റെഗുലേഷൻസിനെ പറ്റി നോളജ് വേണം. കമ്പ്യൂട്ടർ സ്കിൽസ്, MS ഓഫീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കമ്പ്യൂട്ടർ സ്കിൽസ് ആവശ്യമാണ്. ദെൻ ഇൻഡസ്ട്രി സ്പെസിഫിക് നോളജ് അതും വേണം. ദെൻ വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് HR മാനേജർ. ഫസ്റ്റ് വൺ ലീഡർഷിപ്പ് സ്കിൽ വേണം. ഒരു ലീഡറായിട്ട് ആ ലീഡർഷിപ്പ് സ്കില്ലുണ്ടെങ്കിൽ മാത്രമേ ഒരു ഗുഡ് HR മാനേജറാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അവിടെ പാഷ്വാലിറ്റീസ് ഒന്നും കാണിക്കാനായിട്ട് പാടില്ല. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. എമ്പതി ആൻഡ് പേഷ്യൻസ് ആവശ്യമുള്ളിടത്ത് വേണ്ടിടത്ത് ആവശ്യമുള്ളത് കാണിക്കണം. ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ ഒരു തീരുമാനം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ തീർന്നില്ലേ. ദെൻ പ്രോബ്ലം സോൾവിങ് ആറ്റിറ്റ്യൂഡ്, ഇൻറ്റഗ്രിറ്റി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. ദെൻ നോക്കാൻ പോകുന്നത് എന്താണ്? എവല്യൂഷൻ ആൻഡ് ഗ്രോത്ത് ഓഫ് HRM ഇൻ ഇന്ത്യ. പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിൽ അവരെന്തിനായിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്? വെൽഫെയർ ആക്ടിവിറ്റീസിനായിരുന്നു ബൈ ബ്രിട്ടീഷ് കമ്പനീസ്. ലേബർ വെൽഫെയർ ഓഫീസേഴ്സ് വെയർ അപ്പോയിൻറ്റഡ് ഇൻ ഫാക്ടറീസ്. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ് ആയപ്പോഴത്തേക്കും പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസ് ഒക്കെ വന്നു. ഫോർമലൈസേഷൻ ഓഫ് HR പ്രാക്ടീസസ് ഒക്കെ ഇൻക്രീസ് ചെയ്തു. ദെൻ ഒരു ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ ഒക്കെ വന്നു 1991 ഓൺവേർഡ്സ്. എന്താണ്? പ്രൊഡക്ടിവിറ്റി, എംപ്ലോയി ഡെവലപ്മെൻറ്റിലൊക്കെ മോർ ഫോക്കസ് വന്നു. പ്രൈവറ്റ് ആൻഡ് മൾട്ടിനാഷണൽ കമ്പനീസൊക്കെ
എന്താണ് HR ടെക്നിക്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. കറണ്ട് സിനാരിയോയിൽ HR അനലിറ്റിക്സും AI ഇൻ HR ഫ്ലെക്സിബിൾ വർക്ക് കൾച്ചറൊക്കെ യൂസ് ചെയ്യുന്നു. HR സീൻ ആസ് എ സ്ട്രാറ്റജിക് പാർട്ട്ണർ ഇൻ ബിസിനസ് ഗ്രോത്തിൻ്റെ ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണറായിട്ടാണ് HR ഹ്യൂമൻ റിസോഴ്സിനെ കാണുന്നത്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്? എന്താണ് ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്? ഹ്യൂമൻ ക്യാപിറ്റൽ എന്താണ്? നോളജ്, സ്കിൽ, എബിലിറ്റീസ് ഓഫ് എംപ്ലോയീസ് ഒക്കെയാണ്. Human capital management refers to investing in employees to enhance their value and contribution to the organization. ഓർഗനൈസേഷനിലേക്ക് വാല്യൂ കോൺട്രിബ്യൂഷൻ ഒക്കെ തരാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിനെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുക. അതായത് നല്ല ട്രെയിനിങ് കൊടുക്കുക, ലേണിംഗ് കൾച്ചർ, ടാലൻറ്റ് മാനേജ്മെൻറ്റ്, സക്സഷൻ പ്ലാനിങ്, ഇതൊക്കെയാണ്. അതായത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗുണത്തിന് വേണ്ടിയിട്ട് നമ്മൾ എംപ്ലോയീസിൻ്റെ മേൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇതിനാണ് നമ്മൾ ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ നോക്കാൻ പോകുന്നതാണ് സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, SHRM. ഇറ്റ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് കേട്ടോ, സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഇൻ്റഗ്രേഷൻ ഓഫ് HR പ്രാക്ടീസസ് വിത്ത് സ്ട്രാറ്റജിക് ബിസിനസ് ഗോൾസ്. സ്ട്രാറ്റജിക് ബിസിനസ് ഗോൾസുമായിട്ട് HR പ്രാക്ടീസസ് ഒക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ലോങ് ടേം അപ്രോച്ചാണ്. കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് പീപ്പിളിലൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് SHRM, ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യും, ഒരു സ്ട്രോങ് ടാലൻറ്റ് പൈപ്പ് ലൈൻ ബിൽഡ് ചെയ്യും, ബിസിനസ് സ്ട്രാറ്റജി ആയിട്ട് HR ഗോൾസ് ഒക്കെ അലൈൻ ചെയ്യും. HR സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്? ടാലൻറ്റ് അക്വസിഷൻ സ്ട്രാറ്റജി, സ്കിൽഡ് വർക്ക് ഫോഴ്സിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യും. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി, അപ്സ്കിൽ എക്സിസ്റ്റിംഗ് എംപ്ലോയീസിനെയൊക്കെ സ്കിൽസ് കിട്ടാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. പെർഫോമൻസ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി, ഗോൾസ് ആൻഡ് റിവാർഡ് പെർഫോമേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. ദെൻ എംപ്ലോയി എൻഗേജ്മെൻറ്റ് സ്ട്രാറ്റജി, ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ എംപ്ലോയീസിനെ ഇൻവോൾവ് ചെയ്യും. സക്സഷൻ പ്ലാനിങ് സ്ട്രാറ്റജി, ഫ്യൂച്ചർ ലീഡേഴ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യും. കോമ്പൻസേഷൻ സ്ട്രാറ്റജി, കോമ്പറ്റേറ്റീവ് ആൻഡ് പെർഫോമൻസ് ലിങ്ക്ഡ് പേ. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ SHRM, കീ സ്ട്രാറ്റജീസ് ഓഫ് HR, ഒബ്ജക്റ്റീവ്സ് ഓഫ് SHRM, ദെൻ ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്താണ്, നമ്മുടെ ഇവല്യൂഷൻ ആൻഡ് ഗ്രോത്ത് ഓഫ് HRM ഇൻ ഇന്ത്യ, ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് HR മാനേജർ, ക്വാളിഫിക്കേഷൻസ് ഓഫ് HR മാനേജർ, ദെൻ പേഴ്സണൽ മാനേജ്മെൻറ്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്, ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് ആൻഡ് മാനേജറിയൽ ഫങ്ഷൻസ് ഓഫ് HRM പറഞ്ഞു, ഇമ്പോർട്ടൻസ് ഓഫ് HRM പറഞ്ഞു, ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു, സ്കോപ്പ് പറഞ്ഞു, ഫീച്ചേഴ്സ് പറഞ്ഞു, നേച്ചർ പറഞ്ഞു. ദെൻ വാട്ട് ഈസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്താണ്? പീപ്പിളിനെ മാനേജ് ചെയ്യാണ് ഒരു ഓർഗനൈസേഷനിൽ. അതിൻ്റെ ഒരു അപ്രോച്ചിനാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുക. റിക്രൂട്ടിംഗ്, ഹയറിംഗ്, ട്രെയിനിങ്, പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് എംപ്ലോയി വെൽഫെയർ, ഇതെല്ലാം ഇതിൽ ഉൾപ്പെട്ടതാണ്. ഇതാണ് മൊഡ്യൂൾ 1 ഓഫ് HRM, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ സിമ്പിൾ നോട്ട്സാണ് പ്രൊവൈഡ് ചെയ്തത്. ഈ നോട്ട്സ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് പാസ്സാവാനായിട്ട് പറ്റും. എന്തായാലും നിങ്ങൾ എല്ലാ മൊഡ്യൂൾസും കാണുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു.